വെൽക്കം ടു ലോജിസ്റ്റിക്സ്. ഇന്ന് നമ്മൾ ഓർഗനൈസിങ് എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഓർഗനൈസിങ്? നമ്മൾ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ആദ്യത്തെ മാനേജ്മെൻറ്റ് ഫങ്ഷൻ എന്താണ്? പ്ലാനിങ് ആണ്. നമ്മളിനി രണ്ടാമത്തെ മാനേജ്മെൻറ്റ് ഫങ്ഷനിലേക്ക് പോവുകയാണ്. എന്ത്? ഓർഗനൈസിങ്. നമ്മൾ 2 ക്ലാസ്സായിട്ടായിരിക്കും ഓർഗനൈസിങ് കവർ ചെയ്യുക. സോ പ്ലാനിങ് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. ഓർഗനൈസിങ് നമുക്ക് പാർട്ട് 1 വീഡിയോ ഉണ്ടാവും, പാർട്ട് 2 വീഡിയോ ഉണ്ടാവും. സോ നമ്മൾ പതിവുപോലെ ചെയ്യുന്ന MCQs ഇത്തവണ പാർട്ട് 2 വീഡിയോയിലായിരിക്കും വരുന്നത്. ഓക്കെ, ഓർഗനൈസിങ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ദ ഫങ്ഷൻ ഓഫ് സിങ്ക്രണൈസിങ് ആൻഡ് കമ്പൈനിങ് ഹ്യൂമൻ, ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. അതായത് നമ്മുടെ കമ്പനിയിൽ മാൻ പവർ ഉണ്ടായിരിക്കും, ആൾക്കാരുണ്ടാകും. അതുപോലെ തന്നെ അവിടെ എന്താണ്, കുറേ റോ മെറ്റീരിയൽസ് ഉണ്ടാകും അവിടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ്. അതുപോലെ തന്നെ അവിടെ മണി റിസോഴ്സസ് ഉണ്ടായിരിക്കും, പണം ഉണ്ടായിരിക്കുമല്ലോ. ഇതിനെ എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് കൊണ്ടുവരുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കമ്പനിയിലുള്ള പല പല കാര്യങ്ങൾ നമ്മളൊരു പ്ലാനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഫങ്ഷനാണ് പ്ലാനിങ് കഴിഞ്ഞ് നമ്മൾ ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നതിനെയാണ് ഓർഗനൈസിങ് എന്ന് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നത്. അതിനെ നമുക്ക് കുറച്ച് ടെക്നിക്കലായിട്ട് എന്താണ് ഓർഗനൈസിങ് എന്നൊരു മാനേജ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് നോക്കാം. ഓർഗനൈസിങ്ങിൻ്റെ നേച്ചർ നമുക്ക് നോക്കാം. ഗോൾ ഓറിയൻറ്റഡ് ആണ് ഓർഗനൈസിങ്. ഗോൾ ഓറിയൻറ്റഡ് എന്ന് വെച്ചാൽ ലക്ഷ്യത്തെ സംബന്ധിക്കുന്നതാണ്, ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ് എന്ത്? ഓർഗനൈസിങ്. അതുപോലെ തന്നെ കോർഡിനേഷൻ ഓർഗനൈസിങ്ങിൽ ഉൾപ്പെടുന്ന ഒരു ഫങ്ഷനാണ്. എന്താണ് കോർഡിനേഷൻ? നമ്മൾ പറഞ്ഞതുപോലെ ഇവരെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഫങ്ഷനെയാണ് നമ്മൾ കോർഡിനേഷൻ എന്ന് പറയുന്നത്. അപ്പം ഓർഗനൈസിങ്ങിൽ കോർഡിനേഷൻ വന്നില്ലേ? അതുപോലെ തന്നെ ബാലൻസ്. അതുപോലെ എല്ലാ എലമെൻസും തമ്മിൽ പ്രോപ്പറായിട്ടുള്ള എന്ത് വേണം? ബാലൻസ് വേണം. ഓക്കെ, സ്പെഷ്യലൈസേഷൻ. നമ്മൾ ഇനി ഓർഗനൈസിങ്ങിൽ മുന്നോട്ട് പഠിക്കുന്ന വേറൊരു കോൺസെപ്റ്റാണ്. നമ്മുടെ വലിയൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിനകത്ത് കുറേ സബ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാകും. അപ്പം നമ്മൾ ഓരോരുത്തർക്ക് അവരവർക്ക് ചേരുന്ന ജോലിയായിരിക്കുമല്ലോ വീതിച്ച് കൊടുക്കുക. അപ്പം അവിടെ എന്താണ് സംഭവിക്കുക? ഇവിടെ സ്പെഷ്യലൈസേഷനാണ് സംഭവിക്കുക. ഇപ്പോൾ കാർ ഉണ്ടാക്കുന്നൊരു ഫാക്ടറി ആണെങ്കിൽ നട്ടും ബോൾട്ടും ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആദ്യത്തെ യൂണിറ്റുകാർ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, രണ്ടാമത്തെ യൂണിറ്റുകാർ എന്താണ്? എൻജിനും കാര്യങ്ങളും എല്ലാം. മൂന്നാമത്തെ ആൾക്കാരെന്താണ്? ബോഡിയും അതിൻ്റെ പെയിൻറ്റിങ്ങും ഒക്കെ. അപ്പം ഓരോരുത്തർക്കും ഓരോന്ന് വീതിച്ചു കൊടുക്കുമ്പോൾ എന്താ അവിടെ വരിക? സ്പെഷ്യലൈസേഷനാണ് അവിടെ വരിക. ഓക്കെ, ഫ്ലെക്സിബിലിറ്റി. അതുപോലെ തന്നെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് മാറാനുള്ള കഴിവ് ഓർഗനൈസിങ്ങിനുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഓർഗനൈസിങ് നമ്മൾ ഫ്ലെക്സിബിളായിട്ട് കരുതുന്നു, എങ്കിൽ മാത്രമേ അത് നല്ലൊരു ഓർഗനൈസിങ് ആവുന്നുള്ളൂ. സ്കെയിലാർ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഒരു ഓർഗനൈസേഷൻ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ. ആ സ്ട്രക്ചറിനുള്ളിൽ മുകളിൽ ഒരാളുണ്ടാവും, അയാളുടെ താഴെ റിപ്പോർട്ടിങ്ങിൽ പല പല ആൾക്കാർ കാണും, അയാൾക്കടിയിൽ പിന്നെയും കുറേ മാനേജേഴ്സ് ഉണ്ടാവും. ഈ ഒരു റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പിനെയാണ് എന്ത് പറയുന്നത്? സ്കെയിലാർ ചെയിൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് വെച്ചാൽ അധികാരം നമ്മൾ പലർക്കായിട്ട് വീതിച്ചു കൊടുക്കുന്നതാണ്. അതായത് ഇപ്പം ഈ ഒരു യൂണിറ്റ് നമ്മുടെ മെയിൻ ഒരു ഹെഡ് ഓഫീസ് കാർ ഉണ്ടാക്കാൻ വേണ്ടി നട്ടും ബോൾട്ടും ഉണ്ടാക്കണേ. അവർക്ക് നട്ടും ബോൾട്ടും ഉണ്ടാക്കാനുള്ള അധികാരം കൂടി കൊടുത്താലല്ലേ അവർക്ക് നട്ടും ബോൾട്ടും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വങ്ങൾ കൊടുക്കുമ്പം അതിന് അനുസൃതമായിട്ടുള്ള അധികാരം നമ്മൾ കൂടെ കൊടുക്കും. കണ്ടിന്യൂറ്റി. ഒരു ഓർഗനൈസേഷനിൽ എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്ന ഫങ്ഷനാണ് എന്ത്? ഓർഗനൈസിങ്. ഓക്കെ, അതുകൊണ്ട് അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള നിരന്തരമായിട്ടുള്ളൊരു ഫങ്ഷനാണ്. ഓർഗനൈസിങ്ങിൻ്റെ നേച്ചർ നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് നോക്കാം. നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്കല്ല, കാര്യങ്ങളെല്ലാം എന്താണ് ഒരുമിച്ച് കൊണ്ടുവരുന്ന നിലയ്ക്കാണ് ഓർഗനൈസേഷൻ എന്നൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. സോ കൺഫ്യൂസ് ആവരുത്. നമ്മളിനി പറയാൻ പോകുന്നത് ഫോർമൽ ഓർഗനൈസേഷനെ പറ്റിയാണ്. ഒരു പ്രസ്ഥാനം എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഫോർമലായിട്ടുള്ള ഒരു ഓർഗനൈസേഷനും അതേപോലെ തന്നെ ഇൻഫോർമലായിട്ടുള്ളൊരു ഓർഗനൈസേഷനും ഉണ്ടാകും. നമ്മൾ കൂടുതലായി പഠിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഫോർമൽ ഓർഗനൈസേഷനെ കുറിച്ചാണ്.
ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും അവസാനം. നമുക്ക് ആദ്യം ഫോർമൽ ഓർഗനൈസേഷൻ എന്താണെന്ന് നോക്കാം. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നേരത്തെ പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ തന്നെ എടുക്കാം. ഇവിടെ എന്താണ്, ഹെഡായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. അതിനുശേഷം അവർക്കടിയിൽ പല മാനേജേഴ്സ് ഉണ്ട്. പിന്നെ അവർക്കടിയിൽ എന്താണ്, പല 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 മാനേജേഴ്സ് വരുന്നുണ്ട്. ഇങ്ങനെ പലരായിട്ടാണ് ഈ ഓർഗനൈസേഷനിൽ നമുക്ക് കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പം ഓർഗനൈസിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ പ്രോപ്പറായിട്ട് അവർക്ക് ഓരോരോ ജോലികൾ കൊടുത്തിട്ട് ഇവരെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് ഇവരെ കൊണ്ട് ആ ജോലികൾ ചെയ്യിപ്പിക്കുന്നതാണ് ഫോർമൽ ഓർഗനൈസിങ്. ഓക്കെ, അപ്പം അതിൻ്റെ എന്തൊക്കെ പ്രകൃതങ്ങളാണ് അതിനുള്ളതെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ നേച്ചർ നോക്കാം. ഓറിയൻറ്റേഷൻ ടുവേർഡ്സ് ഗോൾ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്താണോ ആ ഒബ്ജക്റ്റീവ് പൂർത്തീകരിക്കാൻ വേണ്ടിയായിരിക്കുമല്ലോ ഈ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിലുള്ള എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കോർഡിനേഷൻ. ഇവരെല്ലാവരും തമ്മിൽ സഹകരിച്ച് പോയാൽ മാത്രമല്ലേ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുകയുള്ളൂ. സോ ഇവരെല്ലാം ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ട്, ഗോൾ അഥവാ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രയത്നിക്കുന്നത്. ഇവരെല്ലാം ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്, കോർഡിനേഷനിലാണ് പ്രവർത്തിക്കുന്നത്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഓരോരുത്തർക്കും അവർക്ക് വേണ്ട അത്ര അധികാരവും ഇതിനുള്ളിൽ നമ്മൾ വീതിച്ചു കൊടുക്കുന്നുണ്ട്. ഡിവിഷൻ ഓഫ് വർക്ക്. നമ്മൾ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും ചെയ്യാനുള്ള ജോലികൾ കൃത്യമായിട്ട് അവരവർക്ക് വീതിച്ചു കൊടുക്കും. സ്പെഷ്യലൈസേഷൻ. നമ്മൾ ഓരോരുത്തർക്ക് ചെയ്യാനുള്ള ജോലികൾ വീതിച്ചു കൊടുക്കുമ്പം അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടെ വരുന്നതാണ് സ്പെഷ്യലൈസേഷൻ. സ്പെഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ ഓരോരുത്തരും അവരവർക്ക് വീതിച്ചു കൊടുത്തിരിക്കുന്ന ജോലികൾ പിന്നെയും പിന്നെയും ചെയ്യുന്നതിലൂടെ അതിലവർ പ്രാവീണ്യം നേടും. അവരതിലെന്താണ്, എക്സ്പേർട്ടുകളാകും. അതുകൊണ്ട് തന്നെ സ്പെഷ്യലൈസേഷനും ഓർഗനൈസിങ്ങിലൂടെ നടക്കുന്നു. ബാലൻസ്. ഇവർക്ക് എല്ലാവർക്കും എന്താണ്, പല പല കാര്യങ്ങളുടെ ബാലൻസാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും നമ്മൾ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നുണ്ട്, ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുമ്പോൾ എന്താണ്, അവർക്ക് അതിന് തത്തുല്യമായിട്ടുള്ള അധികാരവും കൊടുക്കണ്ടേ ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമല്ലേ അവർക്ക് ആ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അധികാരം കുറേയൊക്കെ എന്താണ്, മുകളിൽ കേന്ദ്രീകരിച്ചായിരിക്കും വെച്ചിരിക്കുക. കുറച്ച് അധികാരമൊക്കെ താഴോട്ട് വീതിച്ച് കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഒരു ബാലൻസിൽ, ഒരു സന്തുലനത്തിലാണ് ഓർഗനൈസിങ് പോകുന്നത്. സ്പാൻ ഓഫ് കൺട്രോൾ. സ്പാൻ ഓഫ് കൺട്രോൾ എന്നുള്ള വേർഡ്, ഈ ഒരു ടേം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാനേജറുടെ അടിയിൽ എത്ര ആൾക്കാരാണ് റിപ്പോർട്ടിങ്ങിന് ഉള്ളത് എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം നിങ്ങളൊരു മാനേജറാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കടിയിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നേരിട്ട് നിങ്ങളോട് റിപ്പോർട്ട് ചെയ്യുന്ന 5 അസിസ്റ്റൻറ്റിനെ നിങ്ങൾക്ക് തന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടിയിലുള്ള ഈ 5 അസിസ്റ്റൻറ്റുമാരാണ് നിങ്ങളുടെ സ്പാൻ ഓഫ് കൺട്രോൾ. ഓക്കെ, അപ്പോൾ എന്താണ്, നിങ്ങൾക്കടിയിൽ 5 പേരുണ്ടെങ്കിൽ ഈ 5 പേര് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് രണ്ടും ഒരേ അർത്ഥമാണ്. ഇതാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് നമ്മൾ വിളിക്കുന്നത്, സ്പാൻ ഓഫ് കൺട്രോൾ. ഓക്കെ, യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്നത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഏറ്റവും മുകളിൽ ഒരാളുണ്ടാവും, അയാൾ താഴെ ഒരു 3 പേർക്ക് കാര്യങ്ങൾ വീതിച്ചു കൊടുക്കുന്നുണ്ട്. അയാൾക്ക് അടിയിൽ 3 പേര്, അതിലൊരാളുടെ ഓരോരുത്തരുടെ അടിയിൽ പിന്നെ 3 പേര്. അപ്പോൾ എന്താണ്, ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ, ഒരാൾക്കടിയിൽ അടുത്ത ആൾക്കടിയിൽ വേറൊരാൾ, അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡിൽ നമ്മൾ പറയുന്നത് ഒരാൾക്ക് മുകളിൽ ഒരു ബോസ് ആയിരിക്കും ഉണ്ടാവുന്നതെന്നുള്ള അർത്ഥത്തിലാണ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾക്ക് പല റിപ്പോർട്ടിംഗ് ഓഫീസർ അല്ലെങ്കിൽ ഒരാൾക്ക് പല ബോസുമാരുണ്ടെന്നുണ്ടെങ്കിൽ പലരും പലതുപോലെ പറഞ്ഞാൽ അവിടെ കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് തന്നെ യൂണിറ്റി ഓഫ് കമാൻഡ് പറയുന്നത് ഒരാൾക്ക് ഒരു ബോസ് ഉണ്ടാവുന്നതാണ് നല്ലതെന്നാണ്. ഓക്കെ, സ്കേലാർ ചെയിൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറിന് പറയുന്നതാണ്. നമ്മളത് കഴിഞ്ഞ സ്ലൈഡിലും ഡിസ്കസ് ചെയ്തു. കണ്ടിന്യൂറ്റി. ഈ ഫംഗ്ഷൻ എന്താണ്, ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും ഓവർ എ പീരിയഡ് ഓഫ് ടൈം. നമ്മൾ ഒരു സമയം എടുത്തു കഴിഞ്ഞാൽ ആ സമയത്തെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട പ്രവൃത്തിയാണ് ഓർഗനൈസിങ്. അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മാറ്റങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു പ്ലാനാണ് നമ്മുടെ ഓർഗനൈസിങ്.
ഓർഗനൈസിങ്ങിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് പറഞ്ഞുതരാം. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരം നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഓരോരുത്തർക്ക് ആവശ്യമുള്ള അധികാരം അവർക്ക് കൊടുക്കുന്നതിനെയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. ഡിവൈഡിങ് ആൻഡ് ഗീവിങ് അതോറിറ്റി ടു സബോർഡിനേറ്റ്സ്. താഴെയുള്ളവർക്ക് അധികാരം വീതിച്ച് കൊടുക്കുന്നതിന്. അതോറിറ്റി ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. മുകളിലുള്ളവർക്കാണല്ലോ എപ്പോഴും അധികാരം കൂടുതൽ. അപ്പോൾ എന്താണ്, മുകളിൽ നിന്നുള്ളവരാണ് താഴോട്ട് അധികാരം കൊടുക്കുന്നത്. അവരുടെ അധികാരം വീതിച്ച് താഴോട്ടല്ലേ കൊടുക്കുന്നത്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് റെസ്പോൺസിബിലിറ്റി എന്താണ്, ഉത്തരവാദിത്വമാണ്. അപ്പം ഉത്തരവാദിത്വം ആരോടാണ്, ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമുക്കെപ്പോഴും താഴേന്ന് മുകളിലോട്ടാണ്. താഴെയുള്ളവർ മുകളിലുള്ളവർക്കല്ലേ ഉത്തരം പറയേണ്ടത്, മുകളിലുള്ളവരോടല്ലേ ഉത്തരം പറയേണ്ടത്. അതുകൊണ്ട് ഉത്തരവാദിത്വം താഴേന്ന് മുകളിലോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അതോറിറ്റി ആകട്ടെ മുകളിൽ നിന്ന് താഴേക്കുമാണ് ഫ്ലോ ചെയ്യുന്നത്. ഈ വ്യത്യാസം ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് ഇതൊക്കെ MCQ ആയിട്ട് ചോദിക്കാനൊക്കെ നല്ല സാധ്യതയുള്ളതാണ്. റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ അതോറിറ്റിയും, ഈ രണ്ട് കാര്യങ്ങളും ബാലൻസിലായിരിക്കണം. ആർക്കും ഒരുപാട് ഉത്തരവാദിത്വം കൂടുതലും കൊടുക്കരുത്, ആർക്കും ഒരുപാട് അധികാരം കൂടുതലും കൊടുക്കരുത്. രണ്ടും ഒരു ബാലൻസിൽ കൊടുക്കണം. എന്ത് ബാലൻസിൽ? നമ്മുടെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ ഏത് ബാലൻസിലാണോ അത് ആവശ്യം, ആ ബാലൻസിൽ വേണം ഇത് രണ്ടും കൊടുക്കാൻ. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നതും ഉത്തരവാദിത്വമാണ്. ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരുന്ന ആ അവസ്ഥയാണ് എന്ത് പറയുന്നത്, അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. സെൻട്രലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരം കേന്ദ്രീകരിച്ച് വെക്കുന്നതിനെയാണ് എന്ത്, സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ചില കമ്പനികളിൽ അധികാരം മുഴുവൻ മുകളിലുള്ളവരുടെ കയ്യിലായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താ ബുദ്ധിമുട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തീരുമാനങ്ങൾക്കും ഓൾ ആക്ഷൻസ് നീഡ് അപ്രൂവൽ ഫ്രം ദ ടോപ്പ്. മുകളിൽ നിന്നുള്ള അപ്രൂവലോട് കൂടി മാത്രമേ എന്താണ് താഴെയുള്ളവർക്ക് അവരുടെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, വളരെ കുറച്ച് പേരുടെ കയ്യിലായിരിക്കും സെൻട്രലൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അധികാരം ഇരിക്കുന്നത്. ഡീസെൻട്രലൈസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരം പലർക്കായിട്ട് വീതിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറയില്ല അധികാര വികേന്ദ്രീകരണം എന്നൊക്കെ, അതാണ് ഡീസെൻട്രലൈസേഷൻ. അപ്പോൾ എന്താണ്, ഓർഗനൈസേഷനിലെ പല പല ആൾക്കാരുടെ കയ്യിൽ അധികാരമുണ്ട്. ഓക്കെ, ഏത് രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ അധികാരം പലർക്കായിട്ട് വീതിച്ച് കൊടുക്കുന്നത്. ഓക്കെ, സ്പാൻ ഓഫ് കൺട്രോൾ നമ്മൾ പറഞ്ഞു, എത്ര സബോർഡിനേറ്റ്സ് ആണ് ഒരു ബോസിന് റിപ്പോർട്ട് ചെയ്യുന്നത്, അഥവാ ഒരു ബോസിൻ്റെ അടിയിൽ എത്ര സബോർഡിനേറ്റ്സ് ആണ് കൊടുത്തു വെച്ചിരിക്കുന്നത്. ഇതാണ് സ്പാൻ ഓഫ് കൺട്രോൾ. സ്പാൻ ഓഫ് കൺട്രോൾ ഈ കോൺസെപ്റ്റ് ആരാ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർ ഇയാൻ ഹാമിൽട്ടൺ ആണ്. സർ ഇയാൻ ഹാമിൽട്ടൻ്റെ പേര് ഓർത്ത് വെക്കുക. സ്പാൻ ഓഫ് കൺട്രോൾ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. തിയറി ഓൺ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് കൊണ്ടുവന്നത് ഗ്രേക്യൂണസ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം 3 തരത്തിലുള്ള റിലേഷൻഷിപ്പുകളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഡയറക്റ്റ്, ക്രോസ്, ഗ്രൂപ്പ്. ഇതത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. പക്ഷേ തിയറി ഓൺ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് ആരാണ് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പേര് ഓർത്തിരിക്കുക. അദ്ദേഹം 3 ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പാണ് പറഞ്ഞത്. ഞാൻ ജസ്റ്റ് ആ 3 റിലേഷൻഷിപ്പുകൾ വേണമെങ്കിലൊന്ന് പറഞ്ഞുതരാം. നമ്മൾ 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ വിചാരിച്ചോളൂ. ഇത് മെയിൻ ഓർഗനൈസേഷൻ, ഇത് ഹെഡ് ഓഫീസ്. ഇത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഇത് രണ്ടാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം ഇതിൻ്റെ അടിയിൽ കുറേ സ്റ്റാഫുകളുണ്ട്, ഇതിൻ്റെ അടിയിലും കുറേ സ്റ്റാഫുകളുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പുകൾ ഉണ്ടാകാം, ഇവിടുന്ന് ഇങ്ങോട്ട് ക്രോസ് ആയിട്ട് വരുന്ന റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാകാം. അങ്ങനെ പലതരത്തിലുള്ള എന്താണ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പുകൾ ഉണ്ടാകാം. റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, ആരാരുടെ ബോസാണ് അല്ലെങ്കിൽ ആരാരുടെ സബോർഡിനേറ്റ് ആണെന്നുള്ള റിലേഷൻഷിപ്പിനെയാണ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് നമ്മൾ പറയുന്നത്. സോ 3 തരത്തിലുള്ളതാണ് തിയറി ഓഫ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. സോ അതൊന്ന് ഓർത്തിരിക്കാം. ഓർഗനൈസിങ്ങിൽ എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ട്, നമ്മൾ പ്ലാനിങ്ങിൽ സ്റ്റെപ്സ് പഠിച്ചായിരുന്നു. ആദ്യത്തെ സ്റ്റെപ്പ് ഏതാണെന്നൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചായിരുന്നു. ഇതിൽ നമ്മൾ മെയിനായിട്ട് 5 സ്റ്റെപ്പുകളാണ് പറയുന്നത്. ചില ബുക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 സ്റ്റെപ്പുകൾ, നമ്മൾ ഈ താഴെ ഡയഗ്രാം കൊടുത്തിരിക്കുന്ന പോലത്തെ 4 സ്റ്റെപ്പുകളും കാണാൻ സാധിക്കും. ആദ്യത്തെ സ്റ്റെപ്പ് ഡിറ്റർമിനിങ് ആക്ടിവിറ്റി. നമുക്ക് ആദ്യം ഈ ഒരു സെക്ഷൻ ഡിസ്കസ് ചെയ്യാം. ഡിറ്റർമിനിങ് ആക്ടിവിറ്റി
നമ്മുടെ ഓർഗനൈസേഷന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും. ഓക്കെ, നമ്മുടെ ഓർഗനൈസേഷൻ എന്താണ്, കാറ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ അടുത്തത് ചെയ്യുന്നത് എന്താണ്, ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റി. ഇതിനെ നമ്മൾ പലതായിട്ട് ഗ്രൂപ്പ് ചെയ്യും. അപ്പം നട്ടും ബോൾട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആദ്യത്തെ ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ രണ്ടാമത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുമ്പം അവർ എൻജിൻ പാർട്സും കാര്യങ്ങളും ഉണ്ടാക്കും, മൂന്നാമത്തേത് അസംബ്ലിയും കാര്യങ്ങളും എല്ലാം ചെയ്യും. അങ്ങനെ പല പല ഡിപ്പാർട്ട്മെൻ്റ് ആക്കി. ഓക്കെ, ഇനി നമുക്ക് ഡ്യൂട്ടി അസൈൻ ചെയ്യണം. അപ്പം എംപ്ലോയീസിനെ തീരുമാനിച്ചു, അല്ലെങ്കിൽ സെക്ഷൻ്റെ അടിയിൽ ആരൊക്കെ വരുമെന്ന് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും പ്രോപ്പറായിട്ട് എന്താണ് ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡെലിഗേറ്റിംഗ് അതോറിറ്റി. നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞു നിങ്ങൾ ഇന്ന ഇന്ന ജോലികൾ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്യാൻ ഓരോരുത്തർക്കും അതിന് തത്തുല്യമായിട്ടുള്ള അധികാരം കൂടി വേണ്ടേ. അതായത് നമ്മളൊരു മാനേജറോട് പറഞ്ഞു നിങ്ങൾക്ക് ഇത്ര നട്ടുകൾ അല്ലെങ്കിൽ ബോൾട്ടുകൾ ഉണ്ടാക്കിക്കണം നിങ്ങളുടെ സ്റ്റാഫിനെ കൊണ്ടുവന്ന്. പക്ഷെങ്കിൽ അവർക്ക് അതിന് വേണ്ട തത്തുല്യമായിട്ടുള്ള അധികാരം കൊടുത്തില്ലെങ്കിൽ അവരുടെ സ്റ്റാഫ് അവർ പറയുന്നത് കേൾക്കില്ല. ഓക്കെ, നമുക്ക് അങ്ങനെ അതിനെ വിചാരിക്കാം. നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടല്ലോ. അതിനെയാണ് എന്ത് പറയുന്നത്, അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത്. സോ അവർക്ക് നമ്മൾ എന്തും കൊടുക്കും, അധികാരവും കൊടുക്കും. ഓക്കെ, അതിനുശേഷം ഈ എല്ലാ ആക്ടിവിറ്റികളെയും നമ്മൾ കോർഡിനേറ്റ് ചെയ്യും. അതായത് ഒരുമിച്ച് കൊണ്ടുവരും, സമന്വയിപ്പിച്ച് ഒരുമിച്ച് കൊണ്ടുവരുന്നതിനെയാണ് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ കരുതുന്നത്. ഇത്രയും സ്റ്റെപ്പുകളിലൂടെയാണ് എന്ത് ഓർഗനൈസിങ് സംഭവിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പിൽ ആക്ടിവിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നു, അതിനെ ഗ്രൂപ്പ് ചെയ്യുന്നു, ഓരോരുത്തർക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു, ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്നു. ചില ബുക്കുകളിൽ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ കാണാൻ പറ്റും. ഇതിൽ ആദ്യം വർക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് ഓരോരുത്തർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഇവിടെ ഈ പടം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓരോരുത്തർക്കും വർക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷനാണ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് നമ്മൾ ഈ വർക്കിനെ കൃത്യമായിട്ട് വീതിച്ചു കൊടുക്കും. ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്നുള്ള വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും അങ്ങനെയായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഈ വാക്ക് ഓർത്ത് വെക്കുക. നമ്മൾ എന്താണ് ഒരു ജോലിനെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾക്കായിട്ട് കൃത്യമായിട്ട് വീതിച്ചു കൊടുക്കുന്നതിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഓരോരുത്തർക്കും നമ്മൾ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കും. ഇവിടെ കണ്ടോ ഒരാളിങ്ങനെ കൃത്യമായിട്ട് ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം കൃത്യമായിട്ട് സ്റ്റാഫിന് ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്, ആർക്ക് റിപ്പോർട്ട് ചെയ്യുന്നുള്ള, ആരുടെ ബോസ് ആരാണെന്നുള്ള റിലേഷൻഷിപ്പും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലൂടെ എന്താണ് ഓർഗനൈസിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. സോ നിങ്ങൾ ഈ സ്റ്റെപ്സ് ഇതിൽ എന്തൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഓർഗനൈസിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ സ്റ്റെപ്സ് എല്ലാം ഒന്ന് ഓർത്ത് വെക്കുക. നിങ്ങളിത് ലോജിക്കലി കണക്ട് ചെയ്ത് വെക്കേണ്ട കാര്യമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻറ്റ് ടേംസ് നോക്കാം. ഓക്കെ, ഓർഗനൈസിങ് ചാർട്ട്സ്. എന്താണ് ഓർഗനൈസിങ് ചാർട്ട്? നമ്മളുടെ ഓർഗനൈസേഷനിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ അധികാരം അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ വീതിച്ച് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ചാർട്ടാണ് ഓർഗനൈസിങ് ചാർട്ട്. അതിനെ സഹായിക്കുന്ന ഒരു മാനുവലാണ് ഓർഗനൈസിങ് മാനുവൽ. നമ്മുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഡേറ്റ അതിൻ്റെ ഉള്ളിൽ കാണും. അപ്പം അതിന് അനുസൃതമായിട്ടായിരിക്കും നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്, ഓർഗനൈസിങ് ചാർട്ട് തയ്യാറാക്കുന്നത്. ഓക്കെ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഒരു ഫ്രെയിം വർക്കിലാണ് ആ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഏറ്റവും മുകളിൽ CEO വരും, അത് കഴിഞ്ഞ് ഓരോ സെക്ഷൻ്റെ സെക്ഷൻ ഹെഡുകൾ വരും. അതിനുശേഷം അവർക്ക് താഴെ എന്താണ് സബ് മാനേജേഴ്സ് വരും. മാനേജേഴ്സിൻ്റെ അടിയിൽ എന്താണ് വരുന്നത്, ക്ലർക്ക് വരും. അങ്ങനെ ഇത് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫ്രെയിം വർക്ക് ഉണ്ടല്ലോ. ഈ ഒരു വലിയൊരു ഫ്രെയിം വർക്കിനെയാണ് നമ്മൾ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഓർഗനൈസേഷണൽ അലൈൻമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോസസ്സുകളെ എല്ലാം നമ്മൾ കോർഡിനേറ്റ് ചെയ്ത്
ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്നതിനെയാണ് ഓർഗനൈസേഷണൽ അലൈൻമെൻറ്റ് എന്ന് വിളിക്കുന്നത്. കോർഡിനേറ്റിംഗ് എഫേർട്സ്, റിസോഴ്സസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു അച്ചീവ് എ കോമൺ ഗോൾ. അതാണ് ഓർഗനൈസേഷണൽ അലൈൻമെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഈ ടേംസൊക്കെ എങ്ങനെയായിട്ട് 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രേ കവർ ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി കോൺസെപ്റ്റ്സ് നോക്കാനുണ്ട്, ഓർഗനൈസേഷൻ ടൈപ്സും കാര്യങ്ങളും. അതിനുശേഷം നമ്മൾ പതിവ് പോലെ MCQസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു എവ്രി വൺ.